മനോരമ ന്യൂസിൽ വന്നിട്ടുണ്ടായിരുന്ന ഒരു ന്യൂസ് ക്ലിപ്പ് ഞാൻ അവിടെ വയ്ക്കാം. ദേവനന്ദയെ കണ്ടപ്പോൾ കാല് തൊട്ട് വന്ദിക്കുന്ന പ്രായം ചെന്ന ഒരു മനുഷ്യൻ്റെ ചിത്രമാണ് മാളികപ്പുറം ദേവനന്ദ. മാളികപ്പുറം താരത്തിൻ്റെ കാല് തൊട്ട് വന്ദിച്ച് മധ്യവയസ്കൻ. വ്യാപക വിമർശനം. നിങ്ങൾ ഓർക്കുന്നുണ്ടാവും, മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ, ഒരു സൂപ്പർ സ്റ്റാർ, ഏകദേശം ഇപ്പോൾ ഒരു കൊല്ലം 2023 ജാനുവരി എനിക്ക് തോന്നുന്നത്, അതാണ് ഡേറ്റ് ഇഫ് ഐ എം നോട്ട് റോങ്, എന്നെ വിളിച്ച് സംസാരിച്ചതിൻ്റെ കാര്യങ്ങളും കോലാഹലങ്ങളൊക്കെ മലയാളികൾക്ക് അറിയുന്നതാണ്, ഉണ്ണിമുകുന്ദൻ. അപ്പോൾ അന്ന് ഉണ്ണിമുകുന്ദൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു ഫേസ്ബുക്കിൽ. അതിൽ എഴുതിയിരുന്നത്, കുടുംബത്തെയും സിനിമയിൽ അഭിനയിച്ച ബാലതാരത്തെയും അപമാനിക്കാൻ ശ്രമിച്ചതിനാണ് ഉണ്ണിമുകുന്ദൻ പ്രകോപിതനാകാൻ കാരണമെന്ന് മാളികപ്പുറം സിനിമയുടെ തിരക്കഥ. അതാണ് സംഗതി, മനസ്സിലായി? അതായത് ഉണ്ണിമുകുന്ദൻ അന്ന് വിളിച്ചപ്പോൾ ഈ കുട്ടിയുടെ കേസ് ഞാൻ പറഞ്ഞു എന്നൊക്കെയാണ് അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞാൻ അന്ന് വളരെ കൃത്യമായിട്ട് ആ സിനിമ ഇറങ്ങി അതിൻ്റെ പ്രമോഷൻ രീതികൾ കണ്ട സമയത്ത്, അതായത് കറുപ്പും കറുക്കൂട്ടി കുട്ടികൾ തിയേറ്ററിൽ പോകുന്നൊക്കെ കണ്ട സമയത്ത് തന്നെ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എവിടെയോ ഭക്തിയുടെ ഒരു ഓവർ ഡോസ് ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടിയിട്ട് ഇങ്ങനെ കുട്ടികളെ വെച്ചിട്ട് ആളുകളുടെ ഇടയ്ക്ക് ഒരു ഓവർ ഡോസ് കൊടുക്കുന്നില്ലേ എന്നുള്ളൊരു ചോദ്യമാണ് എൻ്റെ ചോദ്യം വന്നിട്ടുണ്ടായിരുന്നത്, ആ കുട്ടികൾ റിലേറ്റഡ് ആയിട്ട്. ഓക്കെ, അന്നൊക്കെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു മലയാളികൾക്ക് ഈ പ്രമോഷൻ, സിനിമാ പ്രമോഷൻസും അതിൻ്റെ ഗിമിക്കുകളും, സിനിമാ പ്രമോഷന് വേണ്ടിയിട്ട് ഇവിടെ ഉള്ള സിനിമാക്കാർ ഏത് എക്സ്ട്രീം ലെവലിൽ പോകുന്നുള്ളതിനെ കുറിച്ചൊന്നും വലിയ ഐഡിയ ഒന്നുമില്ല. പക്ഷെ ഒരു കൊല്ലം ഇപ്പുറം ഈ 2024 കഴിയാനായപ്പോഴത്തേക്ക് സിനിമാ പ്രമോഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് ഗിമിക്കുകൾ, ഉടായ്പകൾ മലയാളികൾ കണ്ടതുകൊണ്ട് ഇപ്പം പറയുമ്പോൾ നിങ്ങൾക്കത് കണക്റ്റ് ആവും. ഞാൻ അന്ന് പറഞ്ഞിരുന്നൊരു കാര്യം, ഒരു ഭക്തിയുടെ ഓവർ ഡോസിലൂടെ ഒരു സിനിമയുടെ പ്രമോഷൻ ചെയ്യാം. സിനിമ ഭക്തിയാക്കാം, ഡിവൈൻ ആക്കാം, അത് ബിസിനസ് ചെയ്യാം, എന്തും ചെയ്യാം. ഓക്കെ, എൻഡ് ഓഫ് ദ ഡേ ആ പൈസ മുടക്കുന്ന ആൾ, അതിൻ്റെ ടീം, അവരുടെ എഫേർട്ട്, വാട്ട് എവർ ഇറ്റ് ഈസ്. പക്ഷേ പൈസ കൊടുത്ത് പടം കാണുന്ന നമുക്ക് അഭിപ്രായവും പറയാം, അല്ലേ? പിന്നെ സോഷ്യൽ മീഡിയയിൽ പബ്ലിക്കായിട്ട് വരുന്ന ഓരോ പോസ്റ്റുകൾക്കും നമുക്ക് നമ്മളുടെ സ്വന്തം അഭിപ്രായം വളരെ മാന്യമായിട്ട് പറയാം. ഞാൻ മാന്യമായ രീതിയിലാണ് സംസാരിച്ചതും ഇപ്പം സംസാരിക്കുന്നതും. എനിക്കറിയില്ല എവിടെയാണ് ഈ ആളുകൾ വന്നിട്ട്, അതും ഈ സംഘ് ടീം എന്തിനാണ് വന്ന് പൊങ്കാലുള്ളത് എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല. കാരണം നമ്മളൊരു സയൻറ്റിഫിക് ടെമ്പർ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സൊസൈറ്റി സിറ്റുവേഷനിലാണ് നമ്മളിപ്പോൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം നമ്മൾ കാണുന്നത് എന്താ? സമ്പൂർണ്ണ ചാച്ചരത. അപ്പം അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഒരു സിനിമയുടെ പ്രമോഷൻ അല്ലെങ്കിൽ ഒരു സിനിമ കാരണം പെട്ടെന്ന് എന്താ ഒരു ദൈവം എഫക്റ്റിലേക്ക് കുട്ടി മാറിയാലും വലിയൊരാൾ മാറിയാലും അത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ചിരിയല്ലേ വരും. എനിക്ക് പേഴ്സണലി ഭയങ്കരമായിട്ട് ചിരിയാണ് തോന്നുന്നത്. ആൻഡ് സംവെയർ ഞാൻ പറഞ്ഞല്ലോ, ആ സിനിമയുടെ ഒരു കൈൻഡ് ഓഫ്, ആ സിനിമയുടെ ഒരു വൈബ് പ്ലസ് അതിൻ്റെ ഒരു പ്രൊമോഷൻ മെത്തേഡ്സ് എല്ലാം കൂടി കൂട്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ കാര്യങ്ങൾ. അന്ന് ഞാൻ പറഞ്ഞു ഇപ്പം എന്താ നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഞാൻ പറഞ്ഞല്ലോ, ഈ കുട്ടി, ഓക്കെ, കുട്ടി ചെറിയ കുട്ടിയാണ്, പിന്നെ നന്നായിട്ട് അഭിനയിക്കുന്ന ഒരു കുട്ടിയാണ്, നല്ല പൊട്ടൻഷ്യലുള്ള കുട്ടിയാണ്, നല്ല അടിപൊളി ഫ്യൂച്ചറുള്ള കുട്ടിയാണ്. മലയാളത്തിൽ നിന്ന് എന്താണെങ്കിലും ഒരു ബേബി ആക്ട്രസ് നിന്ന് മാറിയിട്ട് ഒരു മെയിൻ സ്ട്രീം വലിയൊരു ആക്ട്രസ്സായിട്ട് ഭാവിയിൽ വളർന്നു ഒരുപാട് പൊട്ടൻഷ്യലുള്ളൊരു കുട്ടി. അപ്പോൾ ആ കുട്ടി വളർന്നു വരുന്ന, ഇപ്പം തന്നെ ഈ കുട്ടി വളർന്ന് ഇപ്പം ഈ പറഞ്ഞ സിനിമയിലൂടെ വളർന്നു വരുന്ന രീതി വെച്ചിട്ട് തന്നെ നമുക്കറിയാം ഇമ്മൻസ് പൊട്ടൻഷ്യലുള്ള കുട്ടി ആയതുകൊണ്ട് തന്നെ കുട്ടിയുടെ പാരൻസ് ആണെങ്കിലും കുട്ടിയുടെ ബാക്കി കാര്യങ്ങൾ നോക്കുന്നവരൊക്കെ ആണെങ്കിലും കുട്ടിയെ സിനിമയിൽ തന്നെ പ്ലാന്റഡ് ആക്കാനുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നുണ്ട്. അതും അപ്രീഷിയേറ്റ് ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഈ കുട്ടിക്ക് ഒരുപാട് സിനിമകൾ കിട്ടുന്നതും ഇൻ്റർവ്യൂസും കാര്യങ്ങളും സ്റ്റേജിൻ്റെ പ്രോഗ്രാംസും ഇനാഗുറേഷൻസും ഒക്കെ കിട്ടുന്നതും കാര്യങ്ങളൊക്കെ. പക്ഷെ ചുറ്റുപാടുമുള്ള ആളുകൾ ഇപ്പോഴും ഒരു ഭക്തി നിറഞ്ഞ അറ്റ്മോസ്ഫിയറിൽ മാത്രമാണ് ഈ കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു മാളികപ്പുറം ആ ഒരു എഫക്റ്റിലാണ് ഈ കുട്ടിയെ കണ്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ ഈ കുട്ടിയുടെ ഫ്യൂച്ചർ സിനിമകളെയും ഈ സംഗതി ഭയങ്കരമായിട്ട് ബാധിക്കും. ഞാൻ ഹോണസ്റ്റായിട്ട് പറയാം. കാരണം നാളെ ഈ കുട്ടിക്ക് വന്നിട്ട് കുറച്ചൊരു ഗ്ലാമറസ് ആയിട്ടുള്ള റോൾ ചെയ്താലും ആളുകൾ ചിലപ്പോൾ ആക്സെപ്റ്റ് ചെയ്യില്ല. അയ്യോ, മാളികപ്പുറത്തിലെ കല്ലുവലി, മാളികപ്പുറം ദേവനന്ദ, ഇങ്ങനെ കുട്ടിയെ റെസ്ട്രിക്റ്റ്, ഒരു കലാകാരനോ കലാകാരിക്കോ റെസ്ട്രിക്ഷൻസ് വരാൻ പാടില്ല, ഒന്നിൻ്റെ കേസ്. മനസ്സിലായോ? അപ്പോൾ അതൊക്കെയായിരുന്നു ഞാൻ വെച്ചൊരു കൺസേൺ. അതായത് ഭക്തിയിൽ പൊതിഞ്ഞൊരു സാധനം ആളുകളിലേക്ക് ഓവർഡോസ് ചെയ്യുമ്പോൾ കുറച്ച് ആളുകളെങ്കിലും, ഇവിടെ ഭക്തി മൂത്ത് ഭ്രാന്തായി നടക്കുന്നവരുണ്ട്. ഭക്തി മൂത്ത് ഭ്രാന്താകുന്നതൊക്കെ അവരുടെ ഇഷ്ടം, പക്ഷെ അത് കാണുമ്പോൾ നമുക്കൊരു ഡേഞ്ചറസ് സിറ്റുവേഷൻ തോന്നൂടെ. അതുകൊണ്ടാണ് പറഞ്ഞിട്ട് പോകുന്നത്. അപ്പോൾ ഇപ്പം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കുട്ടി ഒരു പ്രോഗ്രാമിന് പോയ സമയത്ത് അവിടെ ഒരു ചേട്ടൻ
ഈ കുട്ടിയുടെ കയ്യിൽ വന്നിട്ട് ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നു. ആൻഡ് ദ വെരി നെക്സ്റ്റ് തിങ് ഈ ചേട്ടൻ എന്താ ചെയ്യുന്നത് വെച്ചെങ്കിൽ നേരെ പോയിട്ട് ഈ കുട്ടിയുടെ കാല് തൊട്ട് തലയിൽ വയ്ക്കുകയാണ്. അപ്പോൾ വലുതോ ചെറുതോ ഒരാൾ വേറൊരാളുടെ കാല് തൊട്ട് തലയിൽ വെക്കുന്നതൊക്കെ അവരുടെ പേഴ്സണൽ താല്പര്യമാണ്. ഞാൻ പറയുന്നത് കുട്ടിയുടെ കാല് തൊട്ട് തലയിൽ വെക്കണോ വേണ്ടോ എന്നുള്ളത് ആ ചേട്ടൻ്റെ താല്പര്യമാണ്. ഓക്കെ, ഇവിടെ വലിയ ആൾ ചെറിയ കുട്ടി അങ്ങനെയൊന്നും ഞാൻ പറയുന്നില്ല. ഞാൻ എൻ്റെ പല കോണ്ടന്റിലും പറയാറുണ്ട്, ചെറിയ ആളുകൾ, അതായത് വയസ്സിൽ നമ്മളെക്കാൾ വയസ്സ് കുറഞ്ഞ ആളുകൾ പറഞ്ഞതാണെന്നുണ്ടെങ്കിലും ചിലപ്പോൾ കാര്യമുണ്ടെങ്കിൽ നമ്മൾ എടുത്തേ പറ്റൂ. അല്ലാതെ ഞാൻ നിന്നെയൊക്കെ പ്രായത്തിൽ മൂത്തതാണ് അതുകൊണ്ട് നീ പറയുന്നത് എടുക്കാൻ പറ്റില്ല, അങ്ങനെയൊന്നുമില്ല. ഗിവ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് ആണ്. പക്ഷെ ഇവിടുത്തെ ഒരു ആസ്പെക്റ്റിൽ എനിക്ക് മനസ്സിലാവുന്നില്ല ഈ ചേട്ടൻ. ഞാൻ പറഞ്ഞു ഈ ചേട്ടൻ്റെ മൈൻഡിൽ ചിലപ്പോൾ ഇതായിരിക്കാം. ഞാൻ പറയുന്നത് ഈ ചേട്ടൻ്റെ മൈൻഡ് എന്താ എനിക്കറിയില്ല. പക്ഷെ കാണുമ്പോൾ എനിക്ക് തോന്നുന്നത് അയ്യോ മാളികപ്പുറത്തിൽ അഭിനയിച്ച കുട്ടി, മാളികപ്പുറം അല്ലെങ്കിൽ ആ ഡിവൈൻ ഒരു ഓറ, അങ്ങനെ ഒരു സംഗതി ഈ കുട്ടി പോകുന്ന സ്ഥലത്തൊക്കെ ക്രിയേറ്റ് ആവുന്നുണ്ട്. അത് വളരെ വളരെ നെഗറ്റീവ് ഇമ്പാക്റ്റ് ഈ കുട്ടിയുടെ ഒരു കരിയറിൽ കൊണ്ടു ചെന്ന് എത്തിക്കും. കാരണം ഇതിൻ്റെയൊക്കെ കമൻറ്റ് ബോക്സിൽ നിന്ന് നോക്കുക, ഈ കുട്ടിയെ ചീത്ത പറയുന്നു, കുട്ടിയുടെ പാരൻസിനെ ചീത്ത പറയുന്നു, വളരെ മോശമായ രീതിയിൽ കുട്ടിക്ക് നേരെ ഇതൊരു അറ്റാക്കായിട്ട് മാറുന്നു. ഇപ്പം മറ്റേ സൂപ്പർ ഹീറോ അയ്യപ്പൻ ചാടി വരുന്നില്ലയാവോ മിസ്റ്റർ ഉണ്ണിമൂന്തൻ, നിങ്ങൾക്ക് ഈ കുട്ടിക്കെതിരെ നടക്കുന്ന സൈബർ അറ്റാക്ക് നിങ്ങൾ കാണുന്നില്ലേ? അന്ന് ഞാൻ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മളോടായിരുന്നു. ഇപ്പം എന്താണ് ഈ കുട്ടിക്കെതിരെ നടക്കുന്നത്? ഈ മാസീവ് അറ്റാക്കാണ്. മനസ്സിലായോ? ഞാൻ പ്രേക്ഷകരോട് പറയുന്നത് ഇത്രേ ഉള്ളൂ, ആ കുട്ടിയെ പറഞ്ഞിട്ട് ഒരു കാര്യമില്ല, കുട്ടിയുടെ പാരൻസിനെ പറഞ്ഞിട്ടും കാര്യമില്ല. അവർക്ക് കിട്ടുന്നു, അവർക്ക് അമ്പലത്തിലൊരു പ്രോഗ്രാമിനാണ് അവരെ വിളിച്ചതിന് അവരവിടെ പോകും. അമ്പലക്കാർ ഈ കുട്ടി വരുമ്പോഴത്തേക്കും പുഷ്പവൃഷ്ടി നടത്തിയും ശ്ലോകം പാടുകയും ചെയ്തിട്ട് എന്ത് കാര്യം? അത് അമ്പലക്കാരുടെ പ്രശ്നമാണ്, നാട്ടുകാരുടെ വിഷയമാണ്, അത് ഈ കുട്ടിയുടെ പാരൻസിൻ്റെ വിഷയമല്ല. അതിവിടുത്തെ ഞാൻ പറഞ്ഞല്ലോ, ഭക്തിയാവാം, ഭക്തനോ ഭക്തയോ ആവാം. ഓക്കെ, അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ താല്പര്യമാണ്, അവർക്ക് വിശ്വാസം വേണോ വേണ്ടോ എന്നുള്ളത്. പക്ഷേ വിശ്വാസത്തിൻ്റെ ഒരു എൻഡ് കിടക്കുന്നത് ഇവിടെ. നിങ്ങൾ ഒരു സിനിമ കണ്ടിട്ട് ആ സിനിമയിലൊരു കഥാപാത്രമായ ഒരാളെ കണ്ണു അടച്ച് അത് ദൈവം എന്നുള്ള രീതിക്ക് അല്ലെങ്കിൽ അതിൽ നിന്ന് എന്തോ ഒരു ഭക്തിമയം എന്നുള്ള രീതിക്കൊക്കെ വിശ്വസിച്ച് വരുന്നൊരു കൂട്ടം ആളുകൾ നമ്മളെ ചുറ്റും ഉണ്ടാവുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ഡേഞ്ചർ സിറ്റുവേഷനായിട്ട് എനിക്ക് പേഴ്സണലി അതെപ്പോഴും ഫീൽ ആയിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഇവിടെ വേറൊരു ക്ലിപ്പ് നിങ്ങൾക്ക് ഞാൻ ഇവിടെ പ്ലേ ചെയ്തത്. ഇത് നോർത്തിലാണ് സംഭവിച്ചത്. അതായത് ഇത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാമായണം സീരിയലിൽ രാമവേഷം ചെയ്ത നടൻ്റെ കാലിൽ വീഴുന്ന ഒരു ഭക്ത, ഇതാണ് സംഗതി. ഓക്കെ, അപ്പോൾ ഇത് എത്രത്തോളം ജെനുവിനാണെന്നറിയില്ല, വാട്സാപ്പിൽ ഫോർവേഡ് കിട്ടിയാണ്. ഓക്കെ, അപ്പോൾ ഇത് സംഗതി അവിടെ രാമവേഷം ചെയ്ത ഒരാളുടെ കാലിൽ വീഴുന്ന നോർത്തും ഇവിടെ മാളികപ്പുറം എന്ന് പറഞ്ഞ സിനിമയിലെ ആ ഒരു റോള് ചെയ്ത കുട്ടിയുടെ കാലിൽ വീഴുന്ന ഒരു ചേട്ടൻ, ഇതാണ് അതിൻ്റെ ഒരു സംഗതി. വാട്സാപ്പിലും ഫേസ്ബുക്കിലൊക്കെ ഫോർവേഡായിട്ടും പോസ്റ്റായിട്ടും വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു കൈൻഡ് ഓഫ് വൈബ് ഇവിടെയും ക്രിയേറ്റ് ആവുക എന്ന് പറയുന്നത്, ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവിടെ മാത്രമല്ല കേട്ടോ, അതായത് ഇപ്പോൾ ഈ സംഘ ടീമിൻ്റെ ഇടയിൽ മാത്രമായിട്ടല്ല ഇതിരിക്കുന്നത്. ഞാൻ നോക്കുമ്പോൾ ചില ഉസ്താദുമാരെയും കണ്ണടച്ച് വിശ്വസിച്ച് സ്വർണം കൊടുക്കുന്നു, കാറ് കൊടുക്കുന്നു, എന്തിന് വെള്ളം വരെ ഊതാൻ കൊടുക്കുന്ന ടീമുകൾ ഇഷ്ടം പോലെ നമ്മുടെ നാട്ടിലുണ്ട്. പള്ളിയിലച്ചന്മാരെ കണ്ണുടച്ച് വിശ്വസിച്ച് അവർ പറയുന്ന ചെയ്യുന്ന ആളുകൾ, ഈ ദൈവത്തിൻ്റെ ഇടനിലക്കാരെന്ന് പറഞ്ഞിട്ട് അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ഏറ്റവും ക്ലോസ് ആയിട്ട് നിൽക്കുന്ന ആളുകൾ എന്ന് പറഞ്ഞിട്ട് അവരെ വിശ്വസിക്കുന്ന ഒരു നാടാണ് നമ്മുടെ നാട്. ഓക്കെ, അപ്പം പിന്നെ സിനിമയിലെ എക്സാജുറേഷനും സിനിമയിൽ ഈ പറഞ്ഞ എന്താ പറയുക ഒരു അതിഭീകരം എന്ന് പറഞ്ഞൊരു സംഗതിയാണ് ഈ എക്സ്ട്രാ ഡോസ് ഓഫ് കൈൻഡ് ഓഫ് ഭക്തി വിക്കൽ എന്ന് പറയുന്നത്. ഇപ്പം എന്നോട് പലരും പേഴ്സണലി ചോദിച്ചിട്ടുണ്ട്, ഈ നിനക്ക് മാളികപ്പുറം സിനിമയിലെ ഭക്തി ഭയങ്കര വിഷയമാണ്, നിനക്കപ്പോൾ കാന്താര സിനിമയിലെ ഭക്തി, ഈ കാന്താര കണ്ട ഏതെങ്കിലും ഇപ്പം എവിടേക്കോ കന്നഡക്കാർ കുറച്ച് ആൾക്കാർ വാ എന്ന് പറഞ്ഞ് നടന്നു, നമ്മളെ നാട്ടിലെവിടെയെങ്കിലും കാന്താര കണ്ട് ഭക്തി ആ വൈബിൽ ആരും പോയിട്ടില്ലേ? എല്ലാവരും കാന്താര കണ്ടിട്ട് അതിൽ ആ ഋഷഭ് ഷെട്ടീൻ്റെ ഒരു അഭിനയവും പിന്നെ അതിലെ പാട്ടുകളും ആ സിറ്റുവേഷനും ആ കഥയൊക്കെ ആയിട്ട് ഇങ്ങനെ അതാണ് ആളുകൾ ഇതായിട്ടുള്ളത്. പക്ഷേ ഈ മാളികപ്പുറം സീൻ വേറെ ആയിരുന്നു ഇവിടെ ടോട്ടലി. കാരണം ഒന്നാമത് അയ്യപ്പൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും പറയാറുണ്ട്, ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ബിസിനസ് ചെയ്യപ്പെടുന്ന ഒരു ദൈവം അയ്യപ്പനാണ്. ഓക്കെ, പല ദൈവങ്ങളെ കൂട്ടത്തിൽ എന്താണ് ടോപ്പ് 5 അയ്യപ്പനുണ്ട്. അയ്യപ്പനെ വെച്ച് ബിസിനസ്സാണ്. അപ്പം പിന്നെ സിനിമയും കൂടി ആവുന്ന സമയത്ത് അയ്യപ്പനും മാളികപ്പുറവും എല്ലാം ബിസിനസ് ആവുമ്പോൾ അതിലൊരു ഭക്തിയുടെ ഓവർ ഡോസ് ഇതിൻ്റെ പ്രൊമോഷനും വരുമ്പോൾ ഇതേപോലെ എഫക്റ്റാണ് നാട്ടിൽ കാണാൻ പറ്റുക. മനസ്സിലായോ? അതിൽ അഭിനയിച്ചവരെ കാണുമ്പോൾ ഈ കുട്ടീൻ്റെ കാലിലേ വീഴുന്നു, ഇവനെങ്ങാണ്ട്
ഈ ചേട്ടനെങ്ങാണ്ട് പോയിട്ട് ഉണ്ണിമൂന്നനെ കണ്ടു കഴിഞ്ഞാൽ എന്ത് നടക്കും, പേട്ട തുള്ളിയിട്ടുണ്ടാവുമല്ലോ മുന്നിൽ കിടന്നിട്ട് ചേട്ടൻ. യോഷിൻ്റെ പൊന്നെ, ഇതാണ് ഈ നാട്ടിലെ അവസ്ഥ എന്നുള്ളപ്പോൾ ഞാൻ പറയൂടെ, ഞാനൊരു ഭക്തനല്ല, ഞാനൊരു ദൈവവിശ്വാസിയല്ല. ഓക്കെ, ഞാൻ ആ ലൈസൻസ് വെച്ചിട്ട് തന്നെയാണ് പറയുന്നത്. ഇനിയിപ്പോൾ ഇന്ന പൊങ്കാലിടാൻ വരുന്നുണ്ട് ഈ ഭക്തനാണോ, അവർക്ക് ദൈവവിശ്വാസം ഉണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഞാനല്ല. വി ആർ എത്തിസ്റ്റ്. വേറെ എത്തിസ്റ്റ്. ഞങ്ങളെ ദൈവങ്ങൾ പറഞ്ഞ ഞങ്ങളെ ദൈവങ്ങൾ പറഞ്ഞ ഡിങ്കൻ തോറ് അയൺമാൻ. ഓഹ്, ഇതിപ്പോ എന്താ അവസ്ഥ അറിയാം. എൻ്റെ പൊന്നെ, ശക്തിമാനൊന്നും അറിയാത്ത ഭാഗ്യം ഇല്ലെങ്കിൽ ഉണ്ടോ അയാളൊക്കെ നാട്ടിൽ വെച്ചേക്കില്ല. സത്യം. എന്താണെങ്കിലും കൊള്ള ഇവിടുത്തെ ഭക്ത ശിരോമണികളുടെ ഒരു കഥ.